ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് താങ്കളോട് എന്താണ് ഇങ്ങനൊരു? അല്ല, യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊട്ടി മുളച്ച കുറേ ആളുകളല്ലേ ഈ ചാനലിലിരുന്നൊക്കെ വലിയ വർത്താനൊക്കെ പറഞ്ഞിട്ട് നേതാക്കളായവരാണ്. അവരോട് പറഞ്ഞാൽ എനിക്ക് പുച്ഛാണ് അവർ പറഞ്ഞാൽ. കാരണം അവരെങ്ങനെ വലുതായി. ഇപ്പം എന്തിനാണ് ഷാഫീനെ കൊണ്ട് അവിടെ നിർത്തിയിട്ടില്ലെന്ന് മനസ്സിലായോ? പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വഴിക്ക് 2 വർഷം അയാളും ജയിച്ചു പോയിക്കോളും, ഇയാൾ MLA ആയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് രാജാവിനേക്കാളും വലിയ രാജഭക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഇതിൻ്റെ ഇടയിൽ കിടന്ന് വളർന്നിട്ടുള്ള ആളല്ലേ. ഈ പറയുന്ന എൻ്റെ സഹോദരൻ 3 പാർട്ടിയുടെ പ്രസിഡൻ്റ് ആയ ആളാണ്. ഞാൻ ഒരു പാർട്ടിയിലേ നിന്നിട്ടില്ല ഇതുവരെ. സഹിക്കാണ്ട് ഓടിപ്പോയതാ. ഈ സഹോദരനെ വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഏതാ സഹോദരനെ വിശ്വസിക്കാൻ പറ്റുമോ? എൻ്റെ രാഷ്ട്രീയം വേറെ, അദ്ദേഹത്തിന് ഞാൻ പക്ഷെ അദ്ദേഹം ഏട്ടനാണ് എന്ന് എനിക്കറിയാം. എൻ്റെ രക്തമാണെന്ന് അറിയാം. മുരളിയേട്ടൻ NCPയിലും ഒന്നും പോയപ്പോഴൊന്നും ഞാൻ അദ്ദേഹത്തിനൊരു കുറ്റം പറഞ്ഞില്ലല്ലോ. ഞാൻ ഉറച്ച കോൺഗ്രസ്സുകാരിയായിരുന്നു. ഒരു വാക്ക് പോലും ഞാൻ മുരളിയേട്ടനെതിരെ പറഞ്ഞിട്ടില്ല. മുരളിയേട്ടൻ പിന്നെ ദേഷ്യം വരുമ്പോൾ ചാടിത്തൊലി വല്ലതും പറയുന്നില്ല. ഞാനൊന്നും മൈൻഡ് ചെയ്യാം. പത്മജ വേണുഗോപാലിന്റെ ആരോപണങ്ങൾ ചോദിക്കുമ്പോൾ താമരയ്ക്ക് മറുപടിയില്ല എന്ന് പറയുന്നത് എങ്ങനെ? പത്മജ വേണുഗോപാൽ കെ മുരളീധരനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അക്കാര്യം ചോദിക്കുമ്പോൾ താമരയ്ക്ക് മറുപടിയില്ല എന്നാണ് ഒരു പരിഹാസ രൂപേണാണ് പറയുന്നത്. അതെ, കാരണം എൻ്റെ പേര് അതാണല്ലോ. അതുകൊണ്ട് അത് പത്മജയോടെന്ന് പറഞ്ഞാൽ താമരാന്നാക്കി. പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ അവസാനം BJPയിൽ എത്തിയെന്നാണോ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. എൻ്റെ അച്ഛനല്ലേ പേരിട്ട്. ഇനി മരിച്ചു കഴിഞ്ഞു. അച്ഛൻ ദീർഘവർഷം ഉണ്ടായിരുന്നു. അച്ഛനുണ്ടാവുമായിരിക്കും. കാരണം എനിക്ക് സംശയമുണ്ട്. എൻ്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പാർട്ടി വിട്ട് പോയത്. കാരണം അദ്ദേഹത്തിനെ അപമാനിച്ച് ഞാൻ അവസാനം ശരിക്കും ഈ പാർട്ടിയിൽ നിന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. എന്നെ പിടിച്ചു നിർത്തിയത് അച്ഛൻ്റെ മന്ദിരം പണിയാണ് 1 കൊല്ലത്തിനുള്ളിൽ. ഞാൻ 3 കൊല്ലം ഞാൻ KPC ബസ്സിൻ്റെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഒരു ദിവസം. അവർ പണിയാനുള്ള ഒരു ഇതുമില്ല. അച്ഛൻ്റെ ഇത് വരുമ്പോൾ അവരേതെങ്കിലും മറ്റേ യാത്രയുടെ പിരിവ്, മറ്റേ പിരിവ്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് നടക്കില്ല. അതായിരുന്നു എൻ്റെ അവസാനത്തെ ഒരു പിടിവള്ളി. ഇതിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾ തോൽപ്പിച്ച സുരേഷ് ഗോപിക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് തൃശ്ശൂർ ഇറങ്ങും. സുരേഷ് ഗോപി അല്ലല്ലോ എന്നെ തോൽപ്പിച്ചത്. സുരേഷ് ഗോപി വന്നാലും ഞാൻ ജയിച്ചേനെ. പക്ഷെ കൂടെ നിന്നവർ കാലുവാരിയത് കണ്ടപ്പോൾ ഞാനൊരു 20,000 വോട്ടിന് എന്തുകൊണ്ട് തോറ്റില്ല എന്നാണ് ഇത്രയും കാലം ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് എല്ലാ പാർട്ടിക്കാരും വോട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. എനിക്ക് തോന്നുന്നു ഈവൻ മാർക്സിസ്റ്റ് പാർട്ടി പോലും. പക്ഷേ പിന്നെ എന്താ ഉണ്ടായത്? ഈ മറ്റേ ഇവരെല്ലാവരും കൂടി കൂട്ടം കൂടിയിട്ട് എന്നെ ഇതാക്കി. ഒരു ഇലക്ഷന് മുമ്പ് മണ്ഡലം ബസ്സന്മാരെ മാറ്റുന്ന കേട്ടിട്ടുണ്ടാവും. ആ മണ്ഡലം ബസ്സന്മാർ മുഴുവൻ എനിക്കെതിരായി. അത് കഴിഞ്ഞിട്ട് എല്ലാം കൊണ്ട് ഞാൻ പറയാം, ആ പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഇവരെൻ്റെ അടുത്ത് നിന്ന് 22.5 ലക്ഷം ഉറുപ്പ്യ വാങ്ങി. DC ബസ്സുണ്ട്. അന്ന് വിൻസെൻ്റ് ആയിരുന്നു. ആ, അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തരില്ല എന്ന്. KPC വന്നിട്ടുണ്ടല്ലോ പൈസ അറിഞ്ഞപ്പോൾ. എന്നാൽ പിന്നെ ചേച്ചിയുടെ കാര്യം സ്വന്തം നോക്കുക, ഞങ്ങളാരും ഉണ്ടാവില്ല എന്നെ ഭീഷണിപ്പെടുത്തി. ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്തും പേടിക്കണമല്ലോ. അങ്ങനെ ഞാൻ കൊടുത്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി വന്നിട്ട് ഞാൻ ചോദിച്ചു എവിടെ നിന്നാണ് കയറേണ്ടത് ചോദിച്ചപ്പോൾ ആ ചേച്ചി അവിടെ വന്നാൽ മതി, എവിടെ സ്റ്റേജിൽ വണ്ടിയിലൊന്നും. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കയറും കേട്ടോ. ഞാൻ പ്രശ്നം ഉണ്ടാക്കി. അപ്പോഴേക്കും അവിടെ നിന്ന് പുറപ്പെട്ട് ഞാൻ ഏത് കൂടിയാണ് വരണേന്ന് പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അറിയാം. അല്ലെങ്കിൽ ഞാൻ അവിടെ റോട്ടിലിറങ്ങി നിന്നേനെ എൻ്റെ സ്വഭാവത്തിന്. പക്ഷേ എന്നിട്ട് പിറ്റേ ദിവസം മനോരമ തന്നെ എഴുതിയല്ലോ പത്മജ ഔട്ട്, പ്രതാപൻ ഇന്ന്. ഞാനല്ല എഴുതിയത്. ആ ഒരു അതില്ലെങ്കിൽ 22 ലക്ഷം രൂപ മേടിച്ചിട്ട് ചേച്ചിയെ വണ്ടിയിൽ പോലും കയറ്റിയില്ല. അതൊക്കെ അവരോട് ചോദിക്കണം. നമുക്ക് ആക്ഷേപമുണ്ടോ ആ പൈസ അവര് വേറെ എന്തെങ്കിലും വക മാറ്റിയെന്നൊരു? തീർച്ചയായിട്ടും അതൊന്നും. കാരണം KPCC ഫണ്ട് കൊടുത്തു ഞാൻ പിന്നെ അറിയണത്. അവിടെ 10-12 എന്തോ കൊടുത്തു. എത്ര ചെലവായി? അതൊക്കെ അവരോട് ചോദിക്കണം. ഇവരൊക്കെ നല്ലോണം എഴുതി വെച്ചിട്ടുണ്ടാവുള്ളൂ. ചേച്ചിയുടെ വിഷമങ്ങളൊക്കെ K സുധാകരന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സോണിയാഗാന്ധിക്ക് ലെറ്റർ അയച്ചിരുന്നു, രാഹുൽ ഗാന്ധിക്ക് അയച്ചിരുന്നു. കാണാൻ പറ്റിയില്ല. സുധാകരേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. എല്ലാവരുടെ അടുത്തും പ്രതികരണം അങ്ങനെയായിരുന്നു. സുധാകരേട്ടൻ മാത്രമാണ് എന്നോട് ഇത്തിരി ആത്മാർത്ഥമായിട്ട് പെരുമാറിയിരുന്നത് ഇത്രയും കാലം. കാരണം എന്നെ സ്വന്തം ഒരു അനിയത്തിരമാരിയുള്ള സ്നേഹമായിരുന്നു സുധാകരേട്ടനെ വിട്ടു വന്നപ്പോൾ മാത്രമാണ് എൻ്റെ മനസ്സൊന്നും ആടിയത്. വേറെ ആരുടെ അടുത്തും എനിക്ക് ഒന്നുമില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ മുരളീധരൻ്റെ അടുത്ത് പോലും മുരളീധരനെ ഏട്ടനായിട്ട് ഇഷ്ടമാണ്. ഈ കഴിഞ്ഞ ദിവസം